ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാവർക്കും ടഫായിട്ടുള്ള, മിക്കവർക്കും ടഫാണ്. ആർക്കും ഒന്നും മനസ്സിലാവുകയുമില്ല, എത്ര പഠിച്ചാലും തലയിൽ കയറില്ല, അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കല്ലേ ആണ്. അപ്പോൾ ഇത് എത്ര ഇംഗ്ലീഷ് ഗ്രാമർ അറിയാത്ത ആളുകളായിക്കോട്ടെ, റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആളായിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ഇപ്പോൾ അത് റെഡിയാക്കാം. ഓക്കെ, നിങ്ങൾ പേപ്പർ എടുക്കുക, പേന എടുക്കുക, പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന ക്വസ്റ്റ്യനൊക്കെ എഴുതി തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 10 ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, എന്തായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണത് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ, റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റെപ്പ് 1 ആയിട്ട് എഴുതിക്കോ, നിങ്ങൾ ഇത് ഏത് ടെൻസിലാണ് എന്ന് നോക്കണം. ടെൻസ്, നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ ടെൻസ് പഠിച്ചിട്ടില്ലേ, പ്രസൻറ്റ്, പാസ്റ്റ്, അതൊക്കെ അതെ അത് തന്നെ. സോ ഏത് ടെൻസിലാണെന്ന് നോക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ വീഡിയോ കട്ട് ചെയ്യാൻ വിചാരിക്കണ്ടാവും, അതായത് ടെൻസ് നോക്കി ഇതൊക്കെ എഴുതൽ നല്ല പാടാണ്, എന്നെക്കൊണ്ട് പറ്റില്ല, അങ്ങനെ വിചാരിക്കരുത്. ടെൻസ് എന്താണ് സംഭവം എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏത് ടെൻസിലാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആ കാര്യം നമുക്ക് ആദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിയേ. അജിത്, വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, ഡോണ്ട് പീപ്പിൾ ഫൊർഗെറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ്, അതായത് വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, അതെടുക്കുന്നു. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഏത് ടെൻസ് ആണെന്ന് നോക്കണം. ഇവിടെ നമുക്ക് വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, ഇതാണ് സംഭവം. ഇവിടെ വൈ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്, അതിൽ നിന്ന് ടെൻസ് നമുക്ക് മനസ്സിലാവില്ല. ആർ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിന് പറയുന്നതാണ് ആർ. ഓക്കെ, അതിനുശേഷം യു എന്നുള്ളത് കണ്ടാലും നീ എന്നാണ്, അതിലൊരു ടെൻസും ഇല്ല. സേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി. ഇപ്പോൾ സേയിങ് എന്ന് പറഞ്ഞ് പറയുക എന്നാണ് അല്ലേ. പ്രവൃത്തിയുടെ കൂടെ ING കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, അത് കണ്ടിന്യൂവസ് ടെൻസ് ആണ്. ഓക്കെ, അവിടെ എഴുതി വെച്ചോ. ING കണ്ടു കഴിഞ്ഞാൽ, വേർബിൻ്റെ കൂടെ ING കണ്ടു കഴിഞ്ഞാൽ, വേർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ കൂടെ ING കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂവസ് ടെൻസ് ആണ്. അതിൻ്റെ മുകളിൽ എഴുതി വയ്ക്കുക ആർ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ആറും ഉണ്ട്, സേയിങ്ങും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് കൂട്ടിയിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. വൈ ആർ യു സേയിങ് എന്ന് കാണുമ്പോൾ തന്നെ ഓർക്കുക, ആറ് പ്രസൻറ്റ് ടെൻസിൻ്റെയും സേയിങ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഈ ഫസ്റ്റ് ലൈൻ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻസ് കിട്ടി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ടെൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഈ ടെൻസിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്ത് പാസ്റ്റ് കണ്ടിന്യൂസിലാക്കണം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റാം, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാം. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റാം. ബേസിക്കലി പ്രസൻറ്റ് ടെൻസിനെ പാസ്റ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റുന്നു. അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ടാസ്ക്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആറുണ്ട്, സേയിങ് ഉണ്ട്, ഇതൊക്കെ ഈസിലി നിങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കി. ഇനി ചില വാക്കുകളുണ്ട്, അതായത് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ആറിനെ, അതായത് ഈ പറയുന്ന വാക്കുകളിനെ പ്രസൻറ്റ് ടെൻസ് എന്ന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ഉള്ള എല്ലാ വാക്കുകളെയും മാറ്റണം പാസ്റ്റ് ടെൻസിലേക്ക്. അതേപോലെ തന്നെ ഈ പറയുന്ന യു, യുവർ, ഇതൊക്കെ മാറ്റണം. ഓക്കെ, അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആരോട് പറഞ്ഞു എന്നുണ്ടല്ലോ, അജിത്ത് നോമിതനോട് പറയണു, അതാണ് സ്റ്റാർട്ടിങ്ങിൽ എഴുതേണ്ടത്. അതിനൊരു കാര്യമൊക്കെ ഉണ്ട്, സ്റ്റൈലൊക്കെ ഉണ്ട്, അത് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ എഴുതിക്കോ, അജിത്ത് ആരിനോടാണ് പറയുന്നത്? നോമിതനോടാണ്.
അജിത് ആസ്ക്ഡ് നോമിത ദാറ്റ്. ഓക്കെ, ആരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദാറ്റ് എഴുതണം. ഇവിടെ അജിത്ത് നോമിതേനോട് പറയുന്നത്. അപ്പോൾ അജിത് ആസ്ക്ഡ് നോമിത, അത് കഴിഞ്ഞിട്ട് ദാറ്റ് നമുക്ക് എല്ലാ ആൻസേഴ്സിലും വരുന്നതാണ്. ദാറ്റ് അജിത് ആസ്ക്ഡ് നോമിത ദാറ്റ് വൈ ആർ യു സേയിങ് എന്നുള്ളത് ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. വൈ ആർ യു, ഇവിടെ അജിത്ത് നോമിതേനോട് പറയുന്നതാണ് അല്ലേ. ഇത് ഒന്ന് വേർഡ് ഓർഡർ മാറി വരും. അതായത് വൈ ആർ യു എന്നുള്ളത് യുവിനെ നമ്മൾ നോമിത എന്ന് പറയുമ്പോൾ ഒരു പെണ്ണാണ്. അപ്പം എന്താക്കണം, യു മാറ്റി ഷീ ആക്കണം. ഷീ. ഓക്കെ, ഷീയുടെ കൂടെ പാസ്റ്റ് ടെൻസ് എഴുതുമ്പോൾ ഷീയുടെ കൂടെ ഇസ് ആണ് പ്രസൻറ്റ് ടെൻസിൽ പോവുള്ളൂ. അപ്പോൾ അതിന് പാസ്റ്റ് ടെൻസ് ആക്കാനായിട്ട് വാസ് ആണ്. ഓക്കെ, ഇവിടെ വൈ ആർ യു എന്നുള്ളതിനെ നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണം. ഇവിടെ നോമിത ഒരു പെണ്ണായതുകൊണ്ട് തന്നെ യു മാറി ഷീ ആയിട്ടാണ് നമ്മൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഷീൻ്റെ കൂടെ ഒരിക്കലും നമുക്ക് ആറിൻ്റെ പാസ്റ്റ് വേറെ എഴുതാൻ പറ്റില്ല. ഷീൻ്റെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വാസ് ആണ്. മനസ്സിലായോ? അപ്പോൾ വൈ ഷീ വാസ് അങ്ങനെയാണ് വരാം. ഓക്കെ, പിന്നെ കണ്ടിന്യൂസിൻ്റെ സെയിങ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. കാരണം പ്രസൻറ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുമ്പോൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതിയേക്കുന്ന ആളുകളെ മാത്രം പാസ്റ്റ് ടെൻസിലേക്ക് എഴുതിയാൽ മതി. കണ്ടിന്യൂസ് രണ്ടിലും സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്തോട്ടെ. ING ആയിട്ട് കിടക്കുന്നതാണ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുമ്പോൾ പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുക, കണ്ടിന്യൂസിൽ നിന്ന് വേറെ കണ്ടിന്യൂസിലേക്ക് എന്ന് പറയുന്നില്ലല്ലോ. സോ എങ്ങനെ വരും ഇത്? അജിത് ആസ്ക്ഡ് നോമിത ദാറ്റ് വൈ ആർ യു എന്നുള്ളത് യുവിൻ്റെ മാറ്റിയത് ആദ്യം വരണം. വൈ ഷീൻ്റെ കൂടെ പാസ്റ്റ് വാസ് ആണ് വരിക. വൈ ഷീ വാസ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെയിങ് തന്നെ എഴുതുന്നു. സെയിങ് വാട്ട് എവർ കംസ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. കംസിനെ പാസ്റ്റിലേക്ക് മാറ്റണം. എന്താണ് കംസിൻ്റെ പാസ്റ്റ്? കെയിം. ടു യുവർ മൗത്ത്. യുവർ മൗത്ത് എന്ന് പറയുമ്പോൾ പിന്നെ യുവും യുവറൊക്കെ മാറ്റണം. അവളുടെ എന്നുള്ളതാക്കണം. അതായത് ഹെർ. ഷീ എന്നുള്ളത് ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഹെർ എന്നുള്ളതാണ് മെയിൻലി അവസാനമായിട്ട് വരിക. ഒരിക്കലും ഒരു സെൻറ്റൻസ് അവസാനിക്കുമ്പോൾ ഷീ എന്ന് വരില്ല അല്ലേ, ഹെർ മൗത്ത്. അപ്പോൾ മനസ്സിലായോ? ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം എഴുതേണ്ടത് അജിത് ആസ്ക്ഡ് നോമിത എന്നാദ്യം എഴുതി. ദാറ്റ് വൈ ആർ യു സേയിങ് എന്നുള്ളത് വൈ ആർ യു എന്നുള്ളത് പാസ്റ്റിലേക്ക് ആക്കുമ്പോൾ യു എന്നുള്ളത് അവളിൽ നിന്നാക്കണം അല്ലേ. വൈ ഷീ. നോമിതയുടെ കാര്യം പറയുന്നത് ഷീൻ്റെ കൂടെ ആറിൻ്റെ പാസ്റ്റ് വേറെ എഴുതാൻ പറ്റില്ല. കാരണം ഷീൻ്റെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഇസ് എന്നുള്ളതാണ് പ്രസൻറ്റ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ വാസ് ആണ്. അതുകൊണ്ട് അവിടെ വാസ്. കണ്ടിന്യൂസ് ടെൻസിൽ കിടക്കുന്ന സെയിങ്ങിനെ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറ്റണേ. വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസിൻ്റെ പാസ്റ്റ് കെയിം ടു യുവർ മൗത്ത്. യുവർ മാറ്റി ഹെർ ആക്കണം. അവളുടെ. കണ്ടോ, ഇങ്ങനെ വരും ഇത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഏത് സെക്കൻഡിൽ പറയുന്ന പോയിൻ്റാണെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ റിപ്ലൈ മറുപടി തരാം. ഞാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് എഴുതുന്നത് തെളിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ഷോൾഡർ ബ്രോക്കൺ ആയിട്ടിരിക്കുകയാണ്, ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എഴുതുന്നത് ഇങ്ങനെ തെറ്റി പോണേ. ഈ മറ്റേ ആംസ്ലിങ് ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് കൈ അനങ്ങില്ല. അതാണ് ഇങ്ങനെ എഴുതിപ്പോയത് കേട്ടോ. ഓക്കെ, ഇനി ഡോണ്ട് പീപ്പിൾ ഫൊഗെറ്റ്. അടുത്തത് നമുക്ക് ഇതാണ് മാറ്റേണ്ടത്. ഡോണ്ട് പീപ്പിൾ ഫൊഗെറ്റ് എന്നുള്ളതിനെ പാസ്റ്റിലേക്ക് ആക്കണം. ഡൂയിൻ്റെ പാസ്റ്റാണ് എന്ത്? ഡിഡ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്.
അല്ലേ? ആളുകൾ മറന്നു പോയില്ലേ ഒരു കാര്യം? അപ്പോൾ നമ്മൾ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതൊരു കാര്യം. അപ്പോൾ നമ്മൾ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. മറന്നു പോവും അല്ലെങ്കിൽ മറന്നു പോവില്ല എന്ന് പറയും. ഇവിടെ നോമിത മറുപടിയായിട്ട് നോ എന്ന് പറയുന്നുണ്ട്. മറന്നു പോവില്ല എന്നാണ് നോമിത മറുപടിയായിട്ട് പറയണത്, അല്ലേ? അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് ഉറപ്പിക്കാം നമുക്ക്. ഡോണ്ട് പീപ്പിൾ ഫൊർഗെറ്റ് എന്ന് അജിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റും കൂടി നമുക്ക് ആൻസറിൽ ആഡ് ചെയ്യണം. നമ്മൾ പകുതി എഴുതിയിട്ടുള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ ഡോണ്ട് പീപ്പിൾ ഫൊർഗെറ്റിൻ്റെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആഡ് ചെയ്യേണ്ട ഒരു വാക്കുണ്ട്. അത് ആഡ് ചെയ്തിട്ട് അടുത്തത് എഴുതാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങളുടെ തേർഡ് സ്റ്റെപ്പ്. എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആഡ് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഇഫ് എന്ന് പറയുന്ന വാക്ക്. ഒന്നുകിൽ നിങ്ങൾ ഇഫ് എന്നുള്ള വാക്ക് ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ വെദർ എന്നുള്ള വാക്ക് ആഡ് ചെയ്യുക. WHETHER വെദർ എന്നുള്ള വാക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ വരും? അജിത് ആസ്ക്ഡ് നോമിത ദാറ്റ് വൈ ഷീ വാസ് സേയിങ് വാട്ട് എവർ കെയിം ടു ഹെർ മൗത്ത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് ആൻഡ് എൻക്വയർഡ്. അതേപോലെ തന്നെ എൻക്വയർ ചെയ്ത് ചോദിക്കുവാണ്. ഓക്കെ, എൻക്വയർഡ് അതിൻ്റെ കൂടെ അന്വേഷിക്കുകയാണ്. എന്ത്? ദാറ്റ്. ഓക്കെ, അടുത്തതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നമ്മൾ അജിത് ആസ്ക്ഡ് നോമിത ദാറ്റ് എന്നുള്ളത് ഇവിടെ വരുന്നുണ്ട്. അത് എഴുതാൻ മറന്നു പോയതാട്ടോ, ടൈപ്പ് ചെയ്യാൻ മറന്നു പോയതാണ്. അതിൻ്റെ കൂടെ തന്നെ ദാറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ കേസിലും കണ്ടോ, രണ്ടാമത്തെ സെൻറ്റൻസ് പറഞ്ഞപ്പോഴും നമ്മൾ ദാറ്റ് ആഡ് ചെയ്തു ഇവിടെ. എൻക്വയർഡ് ദാറ്റ് ആൻഡ് ഓക്കെ ഇഫ് ഓർ വെദർ പീപ്പിൾ ഫൊർഗെറ്റ്. ഇതിനെ നമ്മൾ പാസ്റ്റ് ആക്കുന്നത് എങ്ങനെയാണ്? ഡോണ്ട് പീപ്പിൾ ഫൊർഗെറ്റ് എന്നുള്ളതിന് ഡോണ്ടിൻ്റെ പാസ്റ്റാണ് അല്ലെങ്കിൽ ഡൂയിൻ്റെ പാസ്റ്റാണ് ഡിഡ്. എങ്ങനെ വരും? ഡിഡിൻറ്റ്. ഡോണ്ടിൻ്റെ പാസ്റ്റ് ഡിഡിൻറ്റ്. ഓക്കെ, അതങ്ങനെ എഴുതാം. വെദർ ഡിഡിൻറ്റ് പീപ്പിൾ എന്ന് എഴുതരുത്, പീപ്പിൾ ഡിഡിൻറ്റ് എന്നാക്കണം. നേരത്തെ അപ്പുറത്ത് നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? എങ്ങനെയാണ് മാറ്റിയത്? നമ്മൾ ആർ യു എന്നുള്ളത് അതിൻ്റെ നമ്മൾ ഷീ വാസ് എന്നാക്കിയില്ലേ? ഷീ വാസ് എന്നാക്കി. അതേപോലെ തന്നെയാണ് ഇവിടെ വന്നത്. പീപ്പിൾ എന്നുള്ളത് ആദ്യം എഴുതാം, അത് കഴിഞ്ഞിട്ടാണ് ഡോണ്ടിൻ്റെ ഡിഡിൻ്റെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്? വെദർ പീപ്പിൾ ഡിഡിൻറ്റ്. ഇനിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന സംശയം. ഫൊർഗെറ്റ് എന്നുള്ളത് ഫൊർഗെറ്റ് എന്ന് എഴുതിയേക്കുന്നത് എന്താണ്? കണ്ടോ, ഇവിടെ കണ്ടോ, വെദർ പീപ്പിൾ ഡിഡിൻറ്റ് ഫൊർഗെറ്റ് എന്നാണ് എഴുതിയേക്കണേ. അപ്പം നിങ്ങൾ വിചാരിക്കും പാസ്റ്റ് ആക്കണ്ടേ? വേണ്ട. ഡിഡിൻറ്റ് അല്ലെങ്കിൽ ഡിഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫൊർഗെറ്റിനെ പാസ്റ്റാക്കി ഫൊർഗോട്ട് എന്ന് എഴുതണ്ട. ഡിഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ളത് പാസ്റ്റിലേക്ക് നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല. ഡിഡ് മുമ്പിൽ എഴുതി കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ അർത്ഥം പാസ്റ്റിലേക്ക് ആക്കി എന്നാണ്. ഡോണ്ട് ഫൊർഗെറ്റ് എന്നുള്ളത് പ്രസൻറ്റിലാണ്. അതിനെ പാസ്റ്റിലേക്ക് ആക്കാൻ പറയുമ്പോൾ ഡോണ്ട് മാറ്റി ഡിഡിൻ്റ് ആക്കി, ഫൊർഗെറ്റ് മാറ്റി ഫൊർഗോട്ടാക്കി. അങ്ങനെ ചെയ്യണ്ട. ഓൾറെഡി അതിൻ്റെ അർത്ഥം പാസ്റ്റിലേക്ക് മാറി എന്ന് ആണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഫൊർഗെറ്റ് എന്നുള്ള വാക്കിൽ ചേഞ്ച് വരുത്താതെ എഴുതിയേക്കുന്നത്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ സമയമെടുത്ത് ഫസ്റ്റ് സെൻറ്റൻസ് എങ്ങനെയാണ് മാറ്റിയേക്കുന്നതെന്ന് പഠിച്ചു. ഇനി അതിൻ്റെ റിപ്ലൈ ആയിട്ട് നോമിത പറയുന്നത് നമുക്ക് മാറ്റാം. ഒരു മിനിറ്റ്, ഇതെല്ലാം ഇറേസ് ചെയ്തിട്ട്. ഓക്കെ, ഇതൊക്കെ ഇറേസ് ചെയ്തിട്ട് ഒരു സെക്കൻഡ്. ഓക്കെ, അടുത്തത് നോമിത റിപ്ലൈ പറയുന്നത്. നോമിത, നോ ദേ ഡോണ്ട്. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? ഇത് ഏത് ടെൻസിലാണെന്നറിയാമോ? നോ ദേ ഡോണ്ട് എന്ന് പറയുന്നത്. അതിൽ ഡോണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡൂവിൻ്റെ നെഗറ്റീവായിട്ട് പറയുമ്പോഴാണ് ഡോണ്ട്, അല്ലേ? അത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഡു, ഡോണ്ട് അതൊക്കെ പ്രസൻറ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ഏതാണ്? ഡിഡാണ്. നോ ദേ ഡോണ്ട് എന്നുള്ള വരി ഏത് ടെൻസിലാണ് എന്ന് നമ്മൾ പിന്നെയും ചെയ്യാണ്. ഫസ്റ്റ് ചെയ്ത പോലെ ടെൻസ് ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ചെയ്ത കാര്യം തന്നെ പിന്നെയും ചെയ്യാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ. അതേതാണ്? ഏത് ടെൻസിലാണ്? നോ ദേ ഡോണ്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ അതിനെന്തിലേക്ക് മാറ്റണം? പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അടുത്ത വരി നോക്കിയേ. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? ഡിഡ് കണ്ടോ? ഡിഡ് ഏത് ടെൻസാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്?
പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിനെ നമ്മൾ മാറ്റിയിട്ട് ഏത് ടെൻസിലേക്ക് ആക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? പാസ്റ്റ് ടെൻസിനെ നിങ്ങൾ മാറ്റിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് ആക്കണം. അപ്പോൾ നിങ്ങൾ പറയും നിർത്താം, മതി. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആക്കാനായിട്ട് വലിയ പാടൊന്നും ഇല്ലടാ. ജസ്റ്റ് ഹാഡ് ആഡ് ചെയ്യുക, അതിൻ്റെ ശേഷം വേർബിൻ്റെ V3 ഫോം ആഡ് ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ്. ഹാഡ് പ്ലസ് V3 ആഡ് ചെയ്താൽ സെറ്റാണ്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടോ വീഡിയോ, ടഫാണെന്ന് പറഞ്ഞ് നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പം തന്നെ പറയാം. നോമിത നെഗറ്റീവായിട്ടാണ് പറയണേ, നോ. അപ്പം നെഗറ്റീവ്ലി റിപ്ലൈ ചെയ്തേക്കണേ. നോമിത റിപ്ലൈഡ് നെഗറ്റീവ്ലി ദാറ്റ്. കണ്ടോ, നോ എന്നുള്ളത് നമുക്ക് റിപ്ലൈഡ് നെഗറ്റീവ്ലി എന്ന് എഴുതിയാൽ മതി. നോമിത റിപ്ലൈഡ് നെഗറ്റീവ്ലി ദാറ്റ്. അവർ മറക്കില്ല എന്നുള്ളത് കണ്ടോ. നോ ദേ ഡോണ്ട് എന്നുള്ളത് എങ്ങനെ വന്നു? ദേ ഡിഡിൻറ്റ്. ദേ ഡോണ്ട് എന്നുള്ളത് ദേ ഡിഡിൻറ്റ്. ഓക്കെ. അതിനുശേഷം അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് മറ്റേ വേർഡ് ഓർഡർ മാറ്റണമൊന്നും വേണ്ട, ഇതിൻ്റെ വേർഡ് ഓർഡർ മാറ്റണ്ട, അത്രയല്ലേ ഉള്ളൂ, ഇത്രയല്ലേ പറയുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. ആ സെൻറ്റൻസ് ഡോണ്ട് കഴിഞ്ഞിട്ട് അവിടെ അവസാനിക്കുകയാണ്. റിമൈനിങ് ഒന്നും വേർഡ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ വേറെ വേർഡ് ഓർഡറിൽ മാറ്റം വരണ്ട. നെഗറ്റീവ്ലി ദാറ്റ് ദേ ഡിഡിൻറ്റ്. ആ ഡോണ്ട് എന്നുള്ളതിനെ പാസ്റ്റിലേക്ക് ആക്കി ഡിഡിൻറ്റ് എന്നാക്കി. ഡൺ. അതത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ അതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? ആൻഡ് ക്വസ്റ്റ്യൻഡ് അല്ലേ, ക്വസ്റ്റ്യൻ ചെയ്യാണ്. വൈ ഡിഡ് യു ഓപ്പൺ എന്നുള്ളതിനെ പാസ്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അതിനെ നമ്മൾ ഏതിലേക്ക് മാറ്റണ്ടേ? പാസ്റ്റ് പെർഫെക്റ്റ്. അതിനെന്താ ചെയ്യേണ്ടത്? ഹാഡ് പ്ലസ് V3. ഇവിടെ നോക്കിയേ, വൈ ഡിഡ് യു എന്നുള്ളത് വേർഡ് ഓർഡർ ചേഞ്ച് ഉണ്ട്. എന്താണ്? വൈ ഹീ, യു എന്ന് ഉദ്ദേശിക്കുന്ന ആറിനെ? അജിത്തിനെ. അതുകൊണ്ട് അവിടെ ഹീ ഹാഡ് പ്ലസ് V3. അപ്പോൾ എങ്ങനെ വരും? വൈ ഹീ ഹാഡ് ഓപ്പൺഡ്. ഓപ്പൺ എന്നുള്ള വാക്കിൻ്റെ V1 V2 V3 V4 V5 എടുക്കുമ്പോൾ V3 എന്ന് പറഞ്ഞാൽ ഓപ്പൺഡ് ആണ്. ഓപ്പൺ V1, ഓപ്പൺഡ് V2, ഓപ്പൺഡ് V3 തന്നെ വരും. V4 എന്ത് വരും? ഓപ്പണിങ്. V5 ഓപ്പൺസ്. അപ്പോൾ ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് ഓപ്പൺഡ്. വൈ ഹീ ഹാഡ് ഓപ്പൺഡ് മൈ ലെറ്റർ. എന്താവണം? അവളുടെ എന്നാക്കണം. ഹെർ ലെറ്റർ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതേണ്ടത്. നിങ്ങളിപ്പോൾ ഇത് ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിലാവില്ല എന്നെനിക്ക് കുറച്ച് എന്ന് വെച്ചാൽ ഡൗട്ട്സ് വരും. കുറേയൊക്കെ മനസ്സിലായെങ്കിലും കുറേ ഡൗട്ട്സ് വരും. കാരണം നിങ്ങൾ ഇപ്പോഴാണ് ഇതിനെപ്പറ്റി മൊത്തം നമ്മൾ വേർഡ് ബൈ വേർഡ് എന്ത് മാറ്റം വന്നു എന്ന് പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഞാൻ മാക്സിമം ഒരു സംശയം വരാവുന്നതൊക്കെ ക്ലിയർ ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സംശയം വരികയാണെങ്കിൽ നിങ്ങൾ ആ ടൈം ഏത് സെക്കൻഡിലാണ് ഡൗട്ട് വന്നേക്കുന്നതെന്ന് വെച്ചിട്ട് കമൻറ്റിലിടാം. അപ്പം ഞാൻ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് കറക്റ്റ് ആൻസറായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നിങ്ങളിത് കറക്റ്റ് പഠിച്ച് തറവാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, നമ്മൾ ഒരൊറ്റ ചോദ്യമാണ് ഇത്രയും സമയം എടുത്ത് ചെയ്തത്. പക്ഷേ സാരില്ല, ഇങ്ങനെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റി ഫസ്റ്റ് സെൻറ്റൻസിൽ, പിന്നെ പ്രസൻറ്റ് ടെൻസിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി ഡോണ്ട് പീപ്പിൾ ഫൊർഗെറ്റ്സിൽ, നോ ദേ ഡോണ്ട് അവിടെയും പ്രസൻറ്റിനെ പാസ്റ്റിലേക്ക് മാറ്റി, വൈ ഡിഡ് യു എന്ന് പറയുമ്പോൾ അവിടെ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത്. ഇതേപോലെ നമുക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഇനിയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ പഠിക്കണം, പഠിക്കാതെ പോകരുത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണിത്. ഇതിപ്പോൾ +2കാരുടെയാണ് ഈ ചെയ്തേക്കുന്നത്. വേറെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ചെയ്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.